everyone. So, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മാത്സിലെ അഞ്ചാമത്തെ ചാപ്റ്ററിൽ ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. ആ ഒരു ആക്ടിവിറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ എൻ്റെ മക്കൾ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കാണുക, മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനോടും ഷെയർ ചെയ്യാം. സോ ഈ ഒരു പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു ഇത്? അതായത് ഇവിടെ 45 23 വന്നു. അപ്പോൾ 45 + 23 ചെയ്യുന്ന ഉത്തരമായിരിക്കും ഇവിടെ വരിക. അതുപോലെ തന്നെയാണ് 39ഉം 29ഉം കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരമാണ് നടുവിൽ വരുന്നത്. ഇനി ഈ കേസ് നോക്കിക്കഴിഞ്ഞാലോ 56ഉം 26ഉം തമ്മിൽ ആഡ് ചെയ്ത ഉത്തരമാണ് നടുവിൽ വരുന്നത്. 44ഉം 38ഉം കൂടി കൂട്ടിയാൽ 38 + 44 ആണ് നടുവിൽ വരുന്ന ഈ ഒരു സംഖ്യ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ലൈവിൽ പഠിച്ചതായിരുന്നു. ഇനി ആ ലൈവ് കാണാത്ത മക്കളുണ്ടെങ്കിൽ ഈ ഒരു ചാനലിൽ മിസ് പാർട്ട് 3 ലൈവിൽ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള യുണൈറ്റഡ് വി സ്റ്റാൻഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഈ ഒരു കണക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ആക്ടിവിറ്റിയാണ്. അതായത് ഇവിടെ കുറേ ചതുരക്കട്ടകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് പൂർത്തിയാക്കണം. പക്ഷെ എന്താണ് കണ്ടീഷൻ എന്ന് പറയുന്നത്? നടുവിലുള്ള ഉത്തരം സെയിം ആയിരിക്കണം. അതായത് ഇവിടെയുള്ള സംഖ്യയും ഈ സംഖ്യയും പരസ്പരം കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരവും ഈ സംഖ്യയും കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരവും ഒന്നായിരിക്കണം. ഇനി അതേപോലെ തന്നെ ഈ മഞ്ഞ രണ്ടെണ്ണം കണ്ടോ? ഈ മഞ്ഞകൾ പരസ്പരം കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഉത്തരം കിട്ടണം, ബ്ലൂ കൂട്ടിക്കഴിഞ്ഞാലും ഈ ഉത്തരം തന്നെ കിട്ടണം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇഷ്ടമുള്ളൊരു സംഖ്യ നമുക്ക് ഇവിടെ എഴുതാം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇപ്പം മിസ് ഒരു 28 എന്ന് എഴുതി. ഓക്കെ, ഇവിടെ 28 എന്ന് എഴുതി. അപ്പോൾ 28 എന്ന് എഴുതുമ്പോൾ നമുക്ക് 28 ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പരസ്പരം കൂട്ടാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ 28 കിട്ടണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? 10 + 18 ചെയ്തൂടെ? അല്ലെ, 10ഉം 18ഉം ചേർന്നാൽ എത്രയാ? 28 ആണ്. നോക്കാലോ. 10 + 18നെ നമുക്ക് എങ്ങനെ എഴുതാം? 10 + 8 എന്ന് എഴുതിക്കൂടെ? കാരണം 18 നോക്കിക്കഴിഞ്ഞാൽ 1 10s ഉണ്ട്, 8 1s ഉണ്ട് അല്ലേ? ഒരു 10ഉം 8 ഒന്നുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 10 + 8 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ 8 + 20, 10ഉം 10ഉം കൂട്ടിയാൽ എത്രയാണ്? 20 ആണ്. അപ്പം 20 + 8 എത്രയാണ് വന്നത്? 28 എന്ന് വന്നു. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാൻ പറ്റും നോക്കിക്കോ? 10ഉം 18ഉം. ഇനി 28 വരണമെങ്കിൽ നമുക്ക് ഇനി ഏതൊക്കെ സംഖ്യകൾ കൂട്ടാൻ പറ്റും? മിസ് ഇതേ വെറുതെ ഒരു നമ്പർ എഴുതി 15. ഇനി 15നോട് എത്ര കൂട്ടിയാൽ 28 വരാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ 3 5 3ഉം കൂട്ടിയാലാണല്ലോ 8 വരുന്നത്. അപ്പോൾ 13 നമുക്കൊന്ന് കൂട്ടി വെക്കാം. അപ്പോൾ 15 എന്ന് പറഞ്ഞാൽ 10 + 5 എന്ന് എഴുതാം. 13നെ 10 + 3 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? 5 3ഉം കൂട്ടിയാൽ എത്രയാണ് വന്നത്? 8 എന്ന് വന്നു. 10ഉം 10ഉം കൂട്ടിയാൽ എത്രയാണ്? 20 എന്ന് വന്നു. അപ്പോൾ 20 + 8 എത്രയാണ് നമുക്ക് കിട്ടിയത്? 28 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 15ഉം 13 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ ടേബിളിലോട്ട് കടന്നാലോ? രണ്ടാമത്തെ ടേബിളിൽ നമുക്ക് കുറച്ച് വലിയ സംഖ്യ എഴുതാം. നമുക്ക് എന്ത് എഴുതാം? ഒരു 63 എന്ന് എഴുതാം. 63. അപ്പോൾ 63 വരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 33നെ 30ഉമായിട്ടൊന്ന് കൂട്ടി വെക്കാം. 33ഉം 30ഉം കൂടി കൂട്ടി വെക്കാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 33നെ 30 + 3 എന്ന് എഴുതിക്കൂടെ? 30നെ അതുപോലെ തന്നെ മിസ് എഴുതി. ഓക്കെ, ഇനി 3 താഴോട്ട് അതുപോലെ എഴുതി. 0 3ൻ്റെ കൂടെ 3 കൂട്ടിയാൽ എത്രയാണ്? 6. അപ്പോൾ 60 + 3 എത്രയാണ് മക്കളെ വരിക? 0ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 3 ആണ്. 6 അതുപോലെ എഴുതി. അപ്പോൾ നമുക്ക് 63 കിട്ടി. അപ്പോൾ മിസ് ഇവിടെ 33ഉം 30ഉം എഴുതി. കറക്റ്റ് ആയോ? റെഡിയാണോ? ഇനി അടുത്ത 63 കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് ചെറിയ സംഖ്യയിലോട്ട് പോവാം. 52ഉം അതുകൂടാതെ തന്നെ 11. 52ഉം 11ഉം പരസ്പരം കൂട്ടാം. അപ്പോൾ 52നെ നമുക്ക് 50 + 2 എന്ന് എഴുതിക്കൂടെ? അതുപോലെ തന്നെ 11നെ 10 + 1 എന്ന് എഴുതിക്കൂടെ? ഇനി ഇവരെ കൂട്ടി നോക്കിക്കേ. 2ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 3 ആണ്. 0 5ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 6 ആണ്. അപ്പോൾ 60 + 3 എത്രയാണ് മക്കളെ വരിക? 63 എന്ന് വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 52ഉം 11. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ നമ്പർ തന്നെ വേണം എന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ വെച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവർ പരസ്പരം കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരവും ഇവർ പരസ്പരം കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരവും ഒന്നായിരിക്കണം. അതുപോലെ തന്നെ ഇവർ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരവും ഇവർ തമ്മിൽ കിട്ടിയാൽ കിട്ടുന്ന ഉത്തരവും എന്തായിരിക്കണം? ഒന്നായിരിക്കണം. ഇതാണ് നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? ഇനി മനസ്സിലാവാത്ത മക്കളുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കാത്ത പ്രശ്നമാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ചാനലിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ചാനലിൽ ഈ ചാപ്റ്റർ കാണാത്ത മക്കളുണ്ടെങ്കിൽ വേഗം
തന്നെ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യസമയത്ത് ക്ലാസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇതുപോലുള്ള എക്സ്ട്രാ വീഡിയോസൊക്കെ കൃത്യസമയത്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഒരു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഇനി ഇത് അറിയാത്ത മക്കളുണ്ടെങ്കിൽ നിങ്ങൾ പാരൻസിൻ്റെ ഹെൽപ്പിൽ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ചാനലിൽ സെറ്റാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ ലവ് യു ഓൾ. ബൈ ബൈ.